ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബോണക്കാട് അഗസ്ത്യ റേനത്തിൻ്റെ ഏറ്റവും താഴ്വരയിലായ പിക്കറ്റ് സ്റ്റേഷനിലാണ്. ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഗൈഡുമാർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അഗസ്ത്യവടത്തിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ബാക്കി നമുക്ക് വീഡിയോയ്ക്ക് അകത്ത് പോവാം. വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ അകത്ത് ചെക്കിങ് നടക്കുന്നുണ്ട്. പരമാവധി എല്ലാവരും പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കുക. വരൂ, നമുക്ക് അകത്തോട്ട് പോവാം. ബാക്കി ഇന്നത്തെ നമ്മളെ ടീമാണിത്. ഇപ്പോൾ എല്ലാവരും തമിഴ്നാട്ടിൽ നിന്നാണ്. எல்லாரும் எங்க இருந்து ப்ரோ வந்திருக்கீங்க? எல்லாரும் சென்னையில இருந்து. நாங்க 3 பேர் கேட்டிருக்கோம். கவின், மணிகண்டன், ஜோஸ். என்ன இருந்தாலும் என்ன டவுட் இருந்தாலும் எல்லாம் எங்கிட்ட கேளுங்க. என்ன உதவி வேணாலும் எங்கிட்ட கேளுங்க. போற வழியில எது டவுட்டோ என்ன வழிமாறி போனாலும் எதுவாக இருந்தாலும் கைடு நாங்கள் இருப்போம். பின்ன இதில் யார் நடக்கிறதுலே ஸ்லோ வராங்களோ அவங்க கூட நாங்கள் பின்னாடி வருவோம். அதனால் முன்னாடி நீங்கள் நடக்கிறவங்க முன்னாடி போயிட்டு கைடு எங்கன்னு எங்கிட்ட கேட்கக்கூடாது. அதனால் சிலப்போ நடக்க முடியாதவங்க ஒரு ஆளால் கூட்டிகிட்டு வர முடியாது. சிலப்போ 2 பேர் 3 பேர் தேவைப்படும். அதனால் யார் பின்னாடி வராங்களோ அவங்க கூட நாங்கள் வருவோம். எல்லாரும் போயிட்டே இருக்கலாம். இருக்கிறதுலே கடைசி டீம் நம்ம. அதனால் எவ்வளோ சீக்கிரமாக போக முடியுமோ அவ்வளோ சீக்கிரமாக போகணும். நடந்துகிட்டே இருங்க. இல்லை, அது நம்ம போகிறத பொறுத்து இருக்கு. வீடியோ கிடைக்கும். யார் தான் உங்களுக்கு தானா? அவரே குத்த போகிறேன். என்ன சொன்னாங்க? കവിൻ വരൂ, നമുക്ക് ബാക്കി വീഡിയോക്കകത്ത് പോയി കാണാം. നമ്മൾ വാഴപ്പയന്തി ക്യാമ്പെത്തിയിട്ടുണ്ട്. കുറേ പേരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, കുറേ പേര് കുളിക്കുന്നുണ്ട്. എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മളെ ടീം എല്ലാവരും ഉദ്ദേശിച്ചതിനേക്കാളും നേരത്തെ നടന്നെത്തിയിട്ടുണ്ട്. ഈശാമന് ഫുൾ ലോഡാവാ. നല്ല ലഗേജ് കയറിയല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ചോറ് കഴിക്കടേ. സമയം 1 മണിയായി. വാഴപ്പയന്തി അറുത്തിട്ടുണ്ട്. എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പരിപാടി നടക്കട്ടെ. മണി എന്തിനാ തൂക്കുപാത്രത്തിലൊക്കെ പുതിയ ഫുഡാ? കല്യാണം കഴിഞ്ഞപ്പോൾ തൂക്കുപാത്രത്തിലൊക്കെ, അല്ലെങ്കിൽ ചോറുമില്ല ഒന്നുമില്ല, അല്ലെങ്കിൽ വെറോട്ട കൊണ്ടുവരുന്ന ആളാണ്. നമ്മൾ ഏകദേശം അട്ടയാർ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ചീവിടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. കാട് മൊത്തം അതിൻ്റെ സൗണ്ടായിട്ട് മാത്രം കണ്ടില്ലേ? മൊത്തത്തിൽ അതിൻ്റെ സൗണ്ടും ഉണ്ട്. മഴ സമയത്ത് ഇതിലൂടെ നല്ല വെള്ളം ഉള്ളതാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുറവുണ്ട്. കുഴപ്പമില്ല. നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ നല്ലതുപോലെ ഇവിടെ വെള്ളം വരുമ്പോൾ നമുക്ക് കാണാം. ഇങ്ങനെ ലാസ്റ്റ് വലിയ വെള്ളച്ചാട്ടം ഇതിൽ എത്തിയിട്ടുണ്ട്. അട്ടയാർ ഇതൊക്കെയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുന്ന 3 ആറ്. ഒന്ന് കരവനയാറ്, വാഴപ്പയന്തി ആറ്, അട്ടയാർ. അതിൽ 3ാമത്തെ ആറാണ് ഇത്. അപ്പോൾ നമുക്കിനി അട്ടയാർ മുകളിലോട്ട് ആറ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോവാം. ഇനിയിപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ക്രോസ് ചെയ്യാനൊക്കെ ഇതിവിടെ മൊത്തം വെള്ളമായിരിക്കും. കണ്ടില്ലേ? ഇത് മൊത്തം ക്രോസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലത്ത്. അതുകൊണ്ടാണ് പരമാവധി ആൾക്കാരെ ഇവിടെ കയറ്റി വിടാത്തത്. ഇവിടെ മൊത്തം മീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ചെറിയ ചെറിയ മീനുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ബാക്കി വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. എന്തായാലും ചീവിടിൻ്റെ സൗണ്ട് നല്ല പോലെ ഉണ്ട്. ബാക്കി മുമ്പിലോട്ട് പോവാം നമുക്ക്. പുതിയതായിട്ടൊരു അതിഥി ഉണ്ട് ഇവിടെ. ഒരു ഞണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കാണാൻ പറ്റുമോയെന്നറിയില്ല. എന്താണ്ട് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരൻ നമ്മളെന്തോ ചെയ്യുമെന്ന് വിചാരിച്ച് പേടിച്ച് കല്ലിൻ്റെ ഗ്യാപ്പിൽ പോയിട്ടുണ്ട്.
ശരി, അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോവാം. അത് നമ്മളെ കണ്ട് പേടിച്ചിരിക്കണ്ട. നമുക്ക് ഷോർട്ട് കട്ട് പോകണോ, മെയിൻ റൂട്ടിൽ പോകണോ? ഷോർട്ട് കട്ട് അല്ലേ? ഷോർട്ട് കട്ട്. കം ഓൺ, ഇറങ്ങിയോ. എന്നാ ഈശാമ 1-ന് 3 ബാഗ് വന്ന് തളർന്നിരിക്കുകയാണല്ലേ ഈശാമ? സീനിയർ ഗൈഡാണ്. എന്തിനാണ് അഭിപ്രായം ഇനി മേളിലോട്ടുള്ള കയറ്റത്തിനെ കുറിച്ച്? തകർക്കും, ആൾക്കാരും തകർക്കും, നമ്മളും തകർക്കും. വെള്ളം കുറയാം അവന്. അതെ, വെള്ളം കുടിക്കട്ടെ. അങ്ങനെ അട്ടയാറ് ക്യാമ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കണ്ണാടി രഘു. അവൻ 24 മണിക്കൂറും കാട്ടിനകത്ത് കണ്ണാടി വെച്ച് നടക്കുന്ന ഒരേ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ അത് രഘുവാണ്, കണ്ണാടി രഘു. അപ്പോൾ നമ്മൾ അട്ടയാറ് ക്യാമ്പ് എത്തി. ആൾക്കാരെല്ലാം മേളിൽ പോയി. നമ്മളിപ്പം പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദാസണ്ണ, ഇനിയിപ്പോൾ മുമ്പോട്ട് എന്തിനായിരിക്കും അവസ്ഥ? അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഇടയിൽ നമ്മൾ 8 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ ഇനി ഒരു 5 കിലോമീറ്റർ പുൽമേടാണ്. യാത്രക്കാർക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള സ്ഥലം ഈ പുൽമേടാണ്. ഈ സമയം നമ്മൾ വരുന്ന സമയമാകുമ്പോൾ ഫുള്ള് വെയിലായിരിക്കും. വെയില് അവസാനം ഇത് മൊത്തം ഇനി കഷ്ടപ്പാടാണ്. ഇനി അങ്ങോട്ട് കഷ്ടപ്പാടാണ്. അതായത് ഇനി ഒരു 5 മണി കഴിയണം, ഒരു 5:30 മണിയാവും. കാരണം ഈ വെയിൽ മൊത്തം കുറയണം. ഈ സമയത്ത് നല്ല വെയിലാണ്, അപ്പോഴും അത്രയ്ക്കും ക്ഷീണം തോന്നും. കാരണം ഇടയ്ക്ക് ഒരു ഭാഗത്ത് മാത്രമേ വെള്ളമുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് മാക്സിമം വെള്ളങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം ശേഖരിച്ചിട്ട് പോകും. ആ വെള്ളം പകുതി ചിലവേ വെള്ളം തീരും. പിന്നെ അതിന് ഇടയ്ക്ക് കുറച്ച് ഒരു ഭാഗത്ത് വെള്ളമുണ്ട്. പിന്നെ അത്യാവശ്യമാണ് വെള്ളം ശേഖരിക്കുമ്പോൾ ഒരു പൈപ്പുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി വെള്ളമില്ല. ആ വെള്ളം വരുന്നത് തന്നെ വാസ് പരിസരികൾ ഇട്ടേക്കുന്ന കൊണ്ട് നല്ല ചൂടാണ്. വെള്ളം ചൂടായാണ് വരുന്നത്. അത് ആറ്റിൽ നിന്ന് എടുക്കണം. ആറ്റിൽ നിന്ന് എല്ലാവരും പ്രത്യേക സ്ഥലത്തേക്ക് ആറ്റിൽ നിന്ന് വെള്ളം എടുത്ത് വേണം മേളിലോട്ട് കയറാൻ. കരുതിയാലേ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് പുൽമേട് സ്ഥലത്ത് വെള്ളമുണ്ട്. അവിടെ ഇപ്പൊ വെള്ളം അത്യാവശ്യം വെള്ളമുണ്ട്. അവിടെ നിർത്താതെ വെള്ളം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വെള്ളം വീണ്ടും ക്യാമ്പിൽ പോകണം മേളിൽ. അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗം ഇടക്കാടാണ്, മരമാണ്. അപ്പോൾ അതിനകത്ത് വെയിൽ കുറവുണ്ട്. പക്ഷേ ഈ പുൽമേട് മൊത്തം നല്ല വെയിലാണ്. എല്ലാവരും ഒരുപാട് വരും. അപ്പോൾ 8 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഇതിന് കിലോമീറ്റർ കറക്റ്റായിട്ട് നോക്കിക്കൊള്ളാം. പലരും പല കിലോമീറ്റർ പറയുന്നുണ്ട്. കറക്റ്റ് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് അട്ടയാർ വരെ എത്ര കിലോമീറ്റർ? കറക്റ്റ് 8 കിലോമീറ്റർ അല്ലേ? കറക്റ്റ് നമുക്ക് 8 കിലോമീറ്റർ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് പുൽമേടിലോട്ട് മേളിൽ അതിരുമല ക്യാമ്പ് വരെ 5.25 കിലോമീറ്റർ ഉണ്ട്. അപ്പം അത് ഫുള്ളും ഇതല്ലല്ലോ, പുൽമേടല്ലല്ലോ? ഫുള്ളും പുൽമേടല്ല. നമുക്ക് ഒരു 2 കിലോമീറ്റർ ഒരു ഗ്യാസി കാട് പോലെ ഉള്ള കയറ്റമാണ്. അത് ഏറ്റവും ടോപ്പില് നമ്മൾ മുട്ടിടിച്ചാൻ തേരിയെന്ന് പറയും. അത് നല്ല കഷ്ടപ്പെടുന്ന നല്ലതാണ്. റെസ്റ്റ് എടുത്ത് പോകാനാണ് എല്ലാവർക്കും നല്ലത്. പെട്ടെന്ന് വെപ്രാളത്തിൽ കയറാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹാർട്ട് പണി കിട്ടും. പിന്നെ കാല് കിടപ്പുണ്ടാവും. കാരണം മസിൽ പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. വെള്ളം കുടിക്കണത് ഒരുപാട് വെള്ളം കുടിച്ചാലും ബുദ്ധിമുട്ടാണ്. കാലിൽ മസിൽ പിടിക്കാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം അറിയാം നമ്മളെ കൊണ്ട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വെള്ളം അധികമായിട്ട് കുടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോഴും മാക്സിമം ഉപ്പിട്ടിട്ടാലും കുഴപ്പമില്ല. ഒരു നാരങ്ങ പിഴിഞ്ഞ് വെക്കുന്നുണ്ട്, ഗ്ലൂക്കോസും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. എന്നാൽ പോലും വെയിലായ കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് മുമ്പിലോട്ട് പോവാം. ശരി, വാ. നല്ല രീതിക്കുണ്ട്. ആള് മാത്രം കണ്ട് പറഞ്ഞാൽ വെയിൽ കൊണ്ട് ഊപ്പാടുന്ന ആൾക്കാർ മൊത്തം പോവുകയാണ്. എങ്ങനെയുണ്ടാ വെയില്? പുൽമേട്ടിലെ വെയില് അടിപൊളിയല്ലേ? തന്നെയല്ലേ? അതുകൊണ്ടായിരിക്കും ആൾക്കാരെല്ലാം അവിടെ എവിടെയാ കിടക്കണതല്ലേ? അപ്പോൾ പോവാം, വാ. അതങ്ങ് ദൂരെ ആ ഷെയ്ഡിൽ കാണുന്നതാണ് അഗസ്ത്യമല. നമുക്ക് നാളെ അവിടെയാണ് പോകേണ്ടത്. ഇതാണ് പുൽമേട്ടിൻ്റെ കാഴ്ചകളല്ലേ? വ്യാപാര ഡാം കാണാം. നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ അവിടെ കുരിശുമല കാണാം, ബോണക്കാട്. പിന്നെ നേരെ പാണ്ടിപ്പത്ത് വനം. അങ്ങനെ നേരെ ഇപ്പുറത്തുനിന്ന് ഒരലൊറച്ചാമ്പാറ. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഈ വനത്തിനകത്ത്. പിന്നെ നേരെ അഗസ്ത്യാർകൂടം. ഇപ്പുറത്ത് നേരെ വന്ന നാച്ചിയാർമുട്ട. പുൽമേടാണ്. കറക്റ്റ് ക്ലിയറായിട്ട് കിട്ടുമെന്ന് അറിയില്ല. നാച്ചിയാർമുട്ട.
ചെയ്ത് കാണിയില്ലേ അതെ നമ്മൾ മാത്രം ചെയ്താൽ പാടില്ല പുൽമേട് എവിടെ ഇരിക്കുന്നു പറഞ്ഞു കുറച്ചിട്ടാണ് കുറച്ച് പേര് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. எப்படி வெயில் எப்படி இருக்கு? நல்லா இருக்கா? யா இப்படி ரெஸ்ட்டு முடியலையா? ரெஸ்ட்டு முடிஞ்சா? ஓகே ஓகே. அக்கா நீங்கள் ஃபஸ்ட் டைம் தானே? அகஸ்தியம் மலை ஃபஸ்ட் டைம். எப்படி இருக்கு இது வரைக்கும்? சூப்பராக இருக்கு. ரொம்ப அழகா இருக்கு, சீனிக்கா இருக்கு. இங்க அதுவும் இந்த வெயில் தான், ஆனா இந்த இடம் ரொம்ப அழகா இருக்கு. ஆமாம், இதான் புல்மேடு. புல்மேடுன்னு சொல்லுவாங்க. இது ஒரு 5 கிலோமீட்டர் மேலே இருக்கு. மேலே வரைக்கும் இப்படி தான் இருக்கும். ஓகே. ரொம்ப ரொம்ப நல்லா இருக்கு. புல்மேடில் வெயில் எப்படி இருக்கு? മണേണ്ട എന്താടാ ഇത് ലാസ്റ്റ് കരടിയുടെ എന്നത്തേതായിരിക്കും? ഇന്നലെ രാത്രി അല്ലേ? ഇത്രയും ഫ്രഷ്നെസ് ആയിട്ട് ഉണ്ട് കരടി. അപ്പോൾ ഇതുവഴി പോയിട്ടുണ്ട്. ബ്രോ പോലാമാ, വെയിലടിക്കില്ലയാ? ഇങ്ങ് പോണമല്ലേ? ആ പുല്ല് കാണുന്നതിൻ്റെ അവിടെ പോകണം. അതും കഴിഞ്ഞ് മുകളിലത്തെ അങ്ങെത്തണം. കഷ്ടപ്പാടുകൾ മാത്രം. അവർക്ക് എന്ത് പറ്റിയേ? അവർക്ക് എന്തിനു പറ്റാ? ഇന്നത്തെ വിശേഷം അത് തന്നെ. നമ്മളെല്ലാവരും വരയില്ലായിരുന്നാ. അവർ ഫുഡൊക്കെ കഴിച്ച് പായം കൊണ്ട് എന്തിനാ ഛർദ്ദലൊക്കെ വന്ന് കുട്ടിക്ക് നടക്കാൻ വയ്യ. മൊത്തം ഛർദ്ദിച്ച് ആഹാരം പിടിക്കാത്തതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒന്നും ഛർദ്ദിച്ച് ഇതൊക്കെ അവശ്യ നിലയിൽ എത്തി പതുക്കെ പതുക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും പിറകെ ഉണ്ട്, കൂടെ അങ്ങനെ കൊണ്ടുപോവാം. ബാക്കിയുള്ള കയറ്റം പോലെയല്ല. മുട്ടിടിച്ചാന്തേരിയെ കുറിച്ച് നിനക്ക് എന്തിനാണ് പറയാനുള്ളത്? ഈ കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കയറ്റമാണ്. ഇവിടുത്തെ അഗസ്ത്യാർകൂടം പോണ വഴിയിൽ ഏറ്റവും കഠിനമായിട്ടുള്ള വഴി കയറ്റം ഇത് മാത്രമാണ്. ബാക്കിയുള്ള കയറ്റങ്ങളൊക്കെ കഠിനമാണ്, എന്നാലും ഇതിൻ്റെ അത്ര വരിക. ഇത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നത്തേക്ക് നാളെ ഇതിനേക്കാളും നല്ല ബുദ്ധിമുട്ടുള്ള വഴികളാണ് കൂടുതലുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഇരുട്ട് കൂടുതലാ പകല് കൂടുതലാ? പകല് കൂടുതലാണ്. പകല് കൂടുതൽ. ഇന്നത്തെ ദിവസമോ ഇല്ല എല്ലാ ദിവസവും? ഇന്നെന്ത് പ്രത്യേകം എന്ന് പറഞ്ഞൂടാ. ഇന്ന് 5:30 ആയിട്ടും ഇത് ഇങ്ങനെ വെട്ടം നല്ല പ്രകാശിച്ച് നിൽക്കുകയാണ്. ചന്ദ്രനെ കുറേ കഴിഞ്ഞിട്ടേ വരുള്ളൂ. 6 മണി കഴിയും. 6 മണി കഴിയുമോ? പോവാന്നാ ഇറങ്ങിയപ്പോ ഡയലോഗ് ഇപ്പൊ തീർന്നേനെ. അത് ബ്ലാക്ക് കോഡ് ചട്ടിത്തലയും പച്ച കളർ വിഷം കൂടിയത് ഒന്നേനെ പെനഞ്ഞിരിക്കണത്. എന്തിനു ഇറക്കണം? അത് അവിടെ മിണ്ടായിരിക്കട്ടെ, ആവശ്യമില്ലായിരുന്നു. ഇനി അതിന്റെ കടി നമ്മളെ കൊള്ളാം. അവൻ സീനാണ്, അവൻ മിണ്ടാതെ അവിടെ ഇരിക്കട്ടെ. പച്ച ബ്ലാക്കോടെ ഇവിടെ ചട്ടിത്തലയനെന്ന് പറയും. ഉള്ളതിൽ ഇത്തിരി വിഷമുള്ളതാണ്. നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അത് മിണ്ടാതെ അവിടെ ഇരുന്നോട്ട്. മിണ്ടാതിരിക്കുന്നുണ്ട്. ആശ ഉറക്കമൊന്നുമല്ല, ആശ കണ്ണും തുറന്നിരിപ്പുണ്ട്. ഭാഗ്യം നമ്മളെ ഗൈഡ് അവിടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിന് കടിയൊന്നും കിട്ടാതെ രക്ഷപ്പെട്ട്. പരമാവധി വരുന്നവർ ശ്രദ്ധിക്കുക. കണ്ടല്ലോ പാമ്പിരിക്കുന്നത്. ചെറിയാതെ പോകുന്ന വഴിയുടെ ജസ്റ്റ് വഴിയുടെ ഈ സൈഡിലാണ് ഇരുന്നത്. ജസ്റ്റ് അവിടെ കായും വെച്ച് വന്നതാണ്. സൂക്ഷിക്കുക, വരുന്നവർ ശ്രദ്ധിക്കുക. എല്ലാ സ്ഥലത്തും പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊറ്റടേ കിടന്നാടേ, ഇന്ന് പണിയാവോ? നോക്ക് ജോസണ്ണ.